ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു സിമ്പിൾ ലഞ്ച് കുക്കിംഗ് വ്ളോഗാണ്. സിമ്പിൾ ലഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്നെനിക്ക് ഫുൾ മടിയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എന്തുണ്ടാക്കാൻ പറ്റും എന്ന് കരുതിയിട്ട് ഞാനങ്ങനെ ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ മടി പിടിച്ചിങ്ങനെ ഇഫ്രൂൻ്റെ കൂടെ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയത്തില്ല, ഇന്ന് നല്ല മടി. അപ്പം വിചാരിച്ചു പെട്ടെന്ന് എന്തുണ്ടാക്കാൻ പറ്റും എന്ന് ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഒരാൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കുറച്ച് നേരമായിട്ടുള്ളൂ. ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഫുൾ അലമ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇഫ്രൂനെ ഞാൻ ഇവിടെ ഇങ്ങനെ കാർട്ടൂണൊക്കെ, ഇഫ്രൂന് ഇഷ്ടമുള്ളൊരു കാർട്ടൂണാണ് നാസ്തിയ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കാണിച്ച് അവിടെ ഇരുത്തുവാണ്. പിന്നെ ഇരിക്കത്തൊന്നും ഇല്ലാതെ അവിടെ ഫുൾ ബഹളം വെച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഞാൻ കിച്ചണിൽ പോകുമ്പോഴത്തേക്ക് ഇഫ്രൂവും പുറകെ വരും. ഞാൻ ചോറുണ്ടാക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്നിട്ട് കുറച്ച് നേരം പിന്നെയും ഇഫ്രൂൻ്റെ കൂടെ ഇരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ അരിയിട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചപ്പം അരിയിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് അരി മതി, ഒരു ഗ്ലാസ് വല്ലതും ഇട്ടാൽ മതി. ഞാനങ്ങനെ ഇന്ന് ഇക്കാക്കും ഇഫ്രൂനും ആണ് ചോറ് എടുക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും അങ്ങനെ ചോറൊന്നും കഴിക്കില്ല. എനിക്ക് നിർബന്ധമൊന്നുമില്ല എല്ലാ ദിവസവും ചോറ് കഴിക്കണം എന്ന്. ഞാൻ എന്തെങ്കിലും നൂഡിൽസോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയായിരിക്കും കഴിക്കുക. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടേക്കുന്ന ഇതാണ്. ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ ഇഫ്രൂന് ഇങ്ങനെ പല പല ആവശ്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇക്കാക്ക് ഇഷ്ടമുള്ളൊരു വെജിറ്റബിളാണ് വെണ്ടയ്ക്ക. അപ്പോൾ ഇന്ന് വെണ്ടയ്ക്ക വെച്ചിട്ടൊരു ഫ്രൈ മെഴുക്കുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചെമ്മീൻ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം ഫിഷ് മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ആക്കാമെന്ന് വെച്ചു. അപ്പോൾ അതൊക്കെ ഈസിയാണല്ലോ, സിമ്പിളായിട്ടുള്ളതാണ്, കുറച്ച് നേരം മതി. അതുകൊണ്ടാണ് സിമ്പിൾ ലഞ്ച് കുക്കിംഗ് വ്ളോഗ്. ചെമ്മീൻ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നേനെ വേറെ എന്തുണ്ടാക്കും എന്ന് വിചാരിച്ചു. പിന്നെ ഇക്കാക്ക് വലിയ നിർബന്ധമൊന്നുമില്ല, എന്തുണ്ടാക്കി കൊടുത്താലും ആൾ കഴിച്ചോളും. അപ്പം ഞാൻ വെണ്ടയ്ക്കൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മതി, ഇക്കാക്കും ഇഫ്രൂനും ഉള്ളത് മതി. അതുകൊണ്ട് തന്നെ ഒരു 5 എണ്ണമൊക്കെ മതി. പിന്നെ അതിലൂടെ നമ്മൾ മെഴുക്കുരട്ടിക്ക് സവോളയും പിന്നെ അങ്ങനെയൊക്കെ ഇടുമ്പോഴത്തേക്കും 2 പേർക്ക്. ഇഫ്രൂന് ഒരു ഇച്ചിരി മതി. ഇഫ്രൂന് വെജിറ്റബിൾ കഴിക്കാൻ ഭയങ്കര മടിയുള്ള ഇതിലാണ്. അപ്പം ഞാൻ അങ്ങനെ അരിഞ്ഞു എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ച് വെണ്ടയ്ക്ക ഈ മടിയുള്ള ദിവസമാണ് ഇങ്ങനെ ഈ വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് ഇതിനകത്ത് കറിവേപ്പില ഇടുന്ന എപ്പോഴും ഞാൻ എൻ്റെ കയ്യിലോട്ട് അത് പൊട്ടിത്തെറിക്കും, എപ്പോഴും എനിക്കുണ്ടത്. പിന്നെ കറിവേപ്പില ഇട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ സവോളയും പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി ഇടുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മെഴുക്കുരട്ടി വെക്കാം. പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അതിൻ്റെ പ്രത്യേകിച്ച് റെസിപ്പി പറയണ്ടല്ലോ. പക്ഷെ ഞാൻ ആദ്യം ഇങ്ങനെ വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കുമ്പം, ഈ മെഴുക്കുരട്ടി ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ കുഴഞ്ഞു പോകുമായിരുന്നു. എനിക്കിങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഈ ഒരു വെണ്ടയ്ക്കാൻ്റെ ടെക്സ്ചർ തന്നെ അതാണല്ലോ. പിന്നീടാണ് മനസ്സിലായത് ഇങ്ങനെ അത് ആദ്യം ഒന്ന് അടച്ചു വെച്ചിട്ട് പിന്നെ തുറന്നു വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. പക്ഷെ നമ്മൾ ഈസിയാണെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ ഈസിയാണെന്ന് വിചാരിക്കുന്ന സാധനമായിരിക്കും എന്താ പറയുക അട്ടർ ഫ്ലോപ്പായിട്ട് പോകുന്നത്. ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിരിക്കും. അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ വെണ്ടയ്ക്ക ഫ്രൈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെണ്ടയ്ക്ക അല്ലാണ്ട് നമ്മൾ മസാല തേച്ചൊക്കെ ഫ്രൈ ആക്കൂലേ, നീളത്തിൽ അരിഞ്ഞിട്ട് മസാല തേച്ച് ഫ്രൈ ആക്കും. വെണ്ടയ്ക്ക വെച്ചിട്ട് നമുക്ക് ഒരുപാട് വെറൈറ്റി കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെണ്ടയ്ക്ക റോസ്റ്റൊക്കെ വെക്കാറുണ്ട്. എനിക്ക് ഇക്കാക്ക് പിന്നെ അങ്ങനത്തെ ഒന്നും വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഇക്കാതൊന്നും കഴിക്കില്ല. ഇക്കാക്ക് ഇങ്ങനെ ഫ്രൈ ആക്കുന്നത്, പിന്നെ ഇത് മുട്ടയിട്ടൊക്കെ ചിക്കും, അതൊക്കെയാണ് ഇഷ്ടം. നമ്മൾ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഡ്രൈ ഫ്രൈ ആക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടണം. ഇന്ന് എനിക്ക് നല്ല മടിയായിരുന്നു, എന്താണെന്ന് അറിയത്തില്ല. ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് മടി പിടിക്കും. അപ്പോൾ ഇതുപോലെ ഇന്നിപ്പോൾ ചോറും മോരുകറിയുണ്ട്. പിന്നെ ഒരു ചെമ്മീൻ ഞാൻ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. ഇക്കാക്ക് ഫ്രൈ ആക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ആക്കണം. പിന്നെ ഈ വെണ്ടയ്ക്ക ഫ്രൈ, അച്ചാർ. അതാണ് ഇന്നത്തെ ലഞ്ച്. അങ്ങനെ എൻ്റെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ അടച്ചു വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് അടച്ച് ഒരു 2-3 മിനിറ്റ് വെച്ചിരുന്നു ഒന്ന് ചെറുതായിട്ട് കുക്കാവാനായിട്ട്. അത് കഴിയുമ്പോഴത്തേക്കാണ് ഇങ്ങനെ തുറന്നു കഴിയുമ്പോൾ കുറച്ച് ഇങ്ങനെ കുഴഞ്ഞ രീതിയിലിരിക്കുന്നത്. പിന്നെ അത് തുറന്ന് വെച്ചിട്ടൊരു 2-3-4 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത പോലെ എടുക്കണം. അപ്പം അങ്ങനെ ആക്കി കഴിയുമ്പോഴത്തേക്ക് ഈ വെണ്ടയ്ക്കൊക്കെ ആ ഒരു ഇതൊക്കെ മാറിയിട്ട് ഇങ്ങനെ ഒറ്റയായിട്ട് നല്ല രീതിയിൽ കിട്ടും.
അങ്ങനെ എൻ്റെ വെണ്ടയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത് ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം വിചാരിച്ച് ചെമ്മീൻ റോസ്റ്റ് ചെയ്യണം, അങ്ങനെ കുറേ ചെമ്മീൻ റെസിപ്പി ഞാൻ ആലോചിക്കും. എന്നിട്ട് ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ഈസി ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ആണല്ലോ, അപ്പോൾ അത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ചെമ്മീൻ എടുത്തിട്ടുണ്ട്, നല്ല ക്ലീനാക്കി വെച്ചിരുന്നതാണ്, കഴുകി. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം, ഒരു ടീസ്പൂൺ. ഞാൻ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചതാട്ടോ, അതുകൊണ്ട് കുറച്ചുകൂടി ഈസി പണിയാണ്. ഇപ്പോൾ കറികളൊക്കെ ഉണ്ടാക്കാനാണെങ്കിലും അതിങ്ങനെ എടുത്തിട്ട് ഇട്ടാൽ മതി. ഞാൻ നേരത്തെ ഇതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിന് ഇന്ന കണക്കൊന്നുമില്ല കേട്ടോ, നമ്മൾ എരിവിനനുസരിച്ച് നമ്മളുടെ ഒരു രീതിയിൽ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി. ഈ ഒരു മസാലയിൽ ഫ്രൈ ആക്കിയിട്ട് ഇക്കാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ഇത് നമ്മൾ ജസ്റ്റ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. നാരങ്ങ നീര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എപ്പോഴും നോർമൽ മസാലയാണ്, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു ചെമ്മീൻ ഫ്രൈ ആക്കിയപ്പോഴത്തേക്കും. ഞാൻ ഇതിനു മുന്നേ പയ്യോളി ചെമ്മീൻ ഫ്രൈ ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ചെമ്മീൻ പിന്നെ എങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് പിന്നെ ഒരുപാട് വെറൈറ്റിയൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. അത് നമ്മൾ മുളക് പൊടി എരിവുള്ളതാണ്. ഞാൻ ഇപ്പോൾ ഇതിൽ കാശ്മീരി ചില്ലി പൗഡറും നോർമൽ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചാണ്. കുറച്ച് കൂടുതൽ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് നോർമലായിട്ട് എരിവുള്ള മുളക് പൊടിയും. അപ്പോൾ അതിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. നാരങ്ങ നീര്, ഒരു പകുതി നാരങ്ങയുടെ നീര് ഒഴിച്ചിട്ടുണ്ട്, ചെറിയ നാരങ്ങയായിരുന്നു. അതിന് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഇത് മാറ്റി വെക്കണം, മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട്. ഇനി ഇങ്ങനെ ചെമ്മീൻ ഫ്രൈ ഉള്ളതുകൊണ്ട് പിന്നെ കുറച്ചുകൂടെ എന്താ പറയുക, നമ്മൾ സിമ്പിൾ ലഞ്ചാണെന്ന് പറഞ്ഞാലും ചെമ്മീൻ എന്തെങ്കിലും ഒരു നോൺ വെജ് കൂടെ വേണമല്ലോ. എപ്പോഴും ഒന്നും നോൺ വെജ് ഒന്നും ഉണ്ടാവില്ല, വെജിറ്റബിൾ എന്തെങ്കിലും കറിയൊക്കെ ആയിരിക്കും. ഇന്നിപ്പോൾ ചെമ്മീനും കൂടെ ഉള്ളതുകൊണ്ട് അടിപൊളിയായിരുന്നു ലഞ്ച്. അപ്പോൾ ഞാൻ നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് നേരം ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചോറൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ കലത്തിൽ ചോറ് വെക്കുന്നത്, പിന്നെ ഉമ്മയൊക്കെ പറയുന്നതൊക്കെ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുന്നത്. നമുക്ക് രണ്ടുപേർക്ക് ചോറുണ്ടാക്കാനായിട്ട് ഈ വെള്ളം വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു മട്ടേരിയാണ് കേട്ടോ, പാലക്കാടൻ മട്ടേരി. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. വെള്ളേരി ഇഷ്ടമാണ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും മട്ടേരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ചോറ് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. ചോറൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം എനിക്കടുത്ത് ഇനി ചെമ്മീൻ ഫ്രൈ കൂടെ ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഭയങ്കര ഇടയ്ക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനായിട്ടുള്ള പണിയൊന്നുമില്ല, മടി പിടിച്ച് ഇരിക്കും, കുറച്ച് നേരം ഇഫ്രൂ ആയിട്ട് പോയിട്ടിരിക്കും. അപ്പോൾ ഈ ചോറ് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെമ്മീൻ പുരട്ടി വെച്ചായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇഫ്രൂൻ്റെ കൂടെ പോയിട്ടുണ്ട്. ഇനി ഇഫ്രൂനപ്പം അവിടെ ബഹളം തുടങ്ങി വന്ന് നോക്കിയപ്പം ഇതൊക്കെ ഇഫ്രൂൻ്റെ കിൻഡർ ജോയ് ടോയ് കളക്ഷനാണ് കേട്ടോ. ഈ കിൻഡർ ജോയ് കിട്ടുന്ന ടോയൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കും. അപ്പോൾ കിൻഡർ ജോയ് അത്രമാത്രം ഇഫ് കഴിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് കുറേ ടോയ് ഉണ്ട്, നല്ല രസമുണ്ട്. ഇതൊക്കെ കുറേ നല്ല നല്ല ടോയ് കിട്ടും. ചില ടോയൊന്നും വലിയ രസം ഉണ്ടാവില്ല, ചിലതൊക്കെ നല്ല രസം. ഇതുപോലെ കുഞ്ഞ് കാറും അതുപോലെ കുഞ്ഞ് ഇതൊക്കെ കിട്ടും, പൂച്ചേനൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ ടോയ് ഉണ്ട്. അപ്പം അത് ആ ഒരു ഇതിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട് ഇഫ്രൂൻ്റെ കിൻഡർ ജോയ് മേടിച്ചിട്ട് ആ ഒരു ടോയ് കളക്ഷൻ കൊണ്ട്. മാലയും മോതിരവും ബ്രേസ്ലെറ്റും അങ്ങനെ കുറേ ടോയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇഫ്രൂനെ അത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ അതെല്ലാം എടുത്ത് താഴെ നിരത്തണം. അങ്ങനെ ഇഫ്രു കാത്തു കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇഫ്രൂൻ്റെ കൂടെ കുറച്ച് നേരം കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കും ഇടയ്ക്ക് വന്നിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാത്തു കാണാനായിട്ട്. കാത്തുവും പൂപ്പിയും ഒക്കെയാണ് ഇഫ്രൂൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ്. പിന്നെ നാസ്തിയ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ കാർട്ടൂണുണ്ട്. ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് കൊടുത്തുകൊണ്ടിരിക്കും അവിടെ അടങ്ങിയിരിക്കാനായിട്ട്. അടങ്ങിയിരിക്കത്തൊന്നുമില്ല, എന്നാലും കുറച്ച് നേരമൊക്കെ അതിലേക്ക് നോക്കിക്കൊണ്ടിരുന്നോളും. അപ്പോൾ ഞാൻ കാത്തു വെച്ച് കൊടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വരെ ഇനിയും കുറച്ചുകൂടെ സമയം കഴിയും. അപ്പോൾ ഞാൻ അതുകൊണ്ട് പതുക്കെ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ അപ്പം പാൻ വെച്ചിട്ട് നന്നായിട്ട് ചെമ്മീൻ ഒരു അരമുക്കാൽ മണിക്കൂർ എന്തോ ആയി ചെമ്മീൻ ഞാൻ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ചെമ്മീൻ ഫ്രൈ ആക്കുമ്പോഴും ഇതുപോലെ നാടൻ കറികളൊക്കെ വെക്കുമ്പോഴും ഞാൻ കൂടുതലും വെളിച്ചെണ്ണ ആയിരിക്കും യൂസ് ചെയ്യുക. ഇപ്പം മീൻ ഫ്രൈ ആക്കുകയാണെങ്കിലും വെളിച്ചെണ്ണ ആയിരിക്കും യൂസ് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
പിന്നെ ഓയിൽ യൂസ് ചെയ്ത് ഞാനിങ്ങനെ വേറെ എന്തെങ്കിലും കറികളൊക്കെ വെക്കുമ്പോഴായിരിക്കും സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കൂടുതലും ഞാൻ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ വെളിച്ചെണ്ണയായിരിക്കും, കോക്കനട്ട് ഓയിലായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പം ഫസ്റ്റ് കുറച്ച് കറിവേപ്പില ഇടുക. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പില കേട്ടോ. അപ്പോൾ എൻ്റെ മൂത്തപ്പ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ്. അപ്പോൾ വാപ്പി നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കറിവേപ്പില. പിന്നെ ഞാൻ ആദ്യം എടുത്ത വെണ്ടയ്ക്ക, ഇതൊക്കെ വാപ്പി കൊണ്ടുവന്നതാണ്. നാട്ടിൽ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ഈ വെണ്ടയ്ക്കൊക്കെ നല്ല വിലയാണ്. വെണ്ടയ്ക്കും നമ്മൾ നീളൻ പയറില്ലേ, വൻപയറല്ല പച്ചപ്പയർ, അപ്പോൾ അതിനും ഒക്കെ നല്ല വിലയാണ്. നമ്മുടെ നാട്ടിൽ കുറേ പച്ചക്കറികൾക്ക് ഇവിടെ നല്ല വിലയാണ്. ചിലതിനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഓഫറൊക്കെ ഇടുകയുള്ളൂ. ഈ മുരിങ്ങയ്ക്ക ഒന്നും കിട്ടൽ പോലും ഇല്ല. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ച് മുരിങ്ങയ്ക്കൊക്കെ കിട്ടുമെങ്കിൽ, നല്ല മുരിങ്ങയ്ക്ക കിട്ടുമെങ്കിൽ ഈ ചെമ്മീനിട്ട് തീയലൊക്കെ വെക്കുന്ന അടിപൊളിയായിരിക്കും. അത് ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കറി. അപ്പം അതൊക്കെ ഭയങ്കര വിലയാണ് ഇവിടെ. അതുകൊണ്ട് മുരിങ്ങയ്ക്ക ഒന്നും ഞാൻ മേടിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ചെമ്മീൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഞാൻ ഇട്ടിട്ട് നന്നായിട്ട്, അതായത് ഒരുപാട് ഡ്രൈ ആക്കത്തില്ല, എന്നാൽ നല്ല ഫ്രൈ ആയിട്ട് മസാലയൊക്കെ പിടിച്ചിരിക്കും. നല്ല ടേസ്റ്റാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, ഈ ഒരു ചെമ്മീൻ കുറച്ച് ഫ്രൈ ആക്കിയതും പിന്നെ ആ ഒരു മസാലയൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് ഞാൻ കുറച്ച് ചോറിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ എനിക്ക് കൊതി വരുന്നു ഇപ്പോൾ കഴിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻ. നമ്മൾ മീൻ പൊരിച്ചതാണേലും എന്ത് ഫ്രൈ ആക്കി, ഈ ഒരു ചെമ്മീനൊക്കെ ഫ്രൈ ആക്കിയതാണെങ്കിലും അതിലേക്ക് ഇങ്ങനെ ചോറിട്ടിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെമ്മീൻ കുറേ നാളായി ഞാൻ കഴിച്ചിട്ടേ. അപ്പം ഞാൻ ഇങ്ങനെ ഈ ചെമ്മീൻ ഫ്രൈ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത് ഇക്കാര്യം. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ചോറ് അതിനകത്തോട്ടിട്ട് ഇപ്പം ഞാനത് കഴിക്കാൻ പോവാണ്. എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൽ ആ ഒരു അടിയിൽ കുറച്ച് മസാല ഇങ്ങനെ പിടിച്ചോളൂ, അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചോറ് ഞാൻ അങ്ങനെ ചെമ്മീൻ ചോറ് നമ്മളല്ലാണ്ട് ഉണ്ടാക്കുമല്ലോ ഇങ്ങനെ മസാലയൊക്കെ ഇട്ടിട്ട്. പക്ഷേ ഇത് അല്ലാണ്ട് ഇതുപോലെ നമ്മൾ ഫ്രൈ ആക്കി എടുത്ത് ഇതിനകത്തോട്ടിട്ട ചോറ് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു പപ്പടം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുള്ളായിരുന്നു. ഒരുപാട് ചോറിട്ടാൽ നമ്മുടെ മസാല കുറവായതുകൊണ്ട് അധികം ടേസ്റ്റ് ആണല്ലോ. കുറച്ച് ചോറ് ഇടുമ്പോഴത്തേക്കാണ് അടിപൊളി ടേസ്റ്റ്. അതിങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പം തന്നെ അങ്ങ് കഴിച്ചു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇക്ക വന്നു. പിന്നെ ഇക്കാക്കുള്ള ചോറ് എടുക്കുകയാണ്. ഇക്ക വരുമ്പോഴത്തേക്ക് ഒരു 2:30-3 മണിയൊക്കെ ആവും, കുറച്ച് ലേറ്റ് ആവും, ആ ഒരു സമയമൊക്കെ ആവും. അപ്പോൾ അങ്ങനെ ചോറെടുത്തു. പിന്നെ മോരുകറി ഉണ്ടായിരുന്നു. ഞാൻ മോരുകറി ഉണ്ടാക്കുന്നതിന് ഞാൻ കാണിച്ചില്ല. മോരുകറി പെട്ടെന്നാണല്ലോ. തേങ്ങ അരച്ച മോരുകറിയാണ് കേട്ടോ, അതാണ് ഇഷ്ടം ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ തേങ്ങ അരച്ച മോരുകറിയുണ്ട്. പിന്നെ വെണ്ടയ്ക്ക മെഴുക്കും, ഇത് ഫുൾ പിന്നെ ഇക്കാക്ക് ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മൾ ചെമ്മീൻ ഫ്രൈ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോൾ തന്നെ അടിപൊളി ലഞ്ചായില്ലേ. സിമ്പിൾ ലഞ്ചാണേലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.